നമസ്കാരം. തലസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറുകയാണ്. തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ ആദ്യഘട്ട അലൈൻമെന്റിന് അനുമതിയായിരിക്കുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, ഒപ്പം ടെക്നോ പാർക്ക് ഇവയൊക്കെ ബന്ധിപ്പിക്കുന്ന 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത, 27 സ്റ്റേഷനുകൾ. സമഗ്ര വാർത്തകളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. കുരുന്നുകൾക്ക് വേണ്ടി പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കണമെന്ന് സുപ്രീം കോടതി. വന്ധീകരിച്ച ശേഷം നായ്ക്കളെ പിടികൂടിയ സ്ഥലങ്ങളിൽ തിരികെ വിടരുത്. ദേശീയപാതയിൽ അലഞ്ഞു നടക്കുന്ന മൃഗങ്ങളെ ഒഴിവാക്കാനും നിർദ്ദേശം. തെരുവ് മൃഗശല്യത്തിന് വലിയ വില നൽകേണ്ടി വരുന്നത് കുട്ടികളെന്നും കോടതി. മുഴുവൻ തെരുവ് നായ്ക്കളെ മാറ്റുക എന്നത് പ്രായോഗികമല്ലെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ്. കേരളം നേരിടുന്ന ഒരു പ്രശ്നം വലിയ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ്. ഇവിടെ നഗരഗ്രാമ വ്യത്യാസമൊന്നുമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോഴെങ്ങനെയാണ് ഈ തെരുവ് നായ്ക്കളെക്ക് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കാൻ കഴിയുക? അപ്പം അതുകൊണ്ട് കുറെ കൂടി പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. വേഗത്തിൽ കുതിക്കാം. തിരുവനന്തപുരം ലൈറ്റ് മെട്രോ ആദ്യഘട്ട അലൈൻമെന്റിന് അംഗീകാരം. പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെ 31 കിലോമീറ്റർ, 27 സ്റ്റേഷനുകൾ. പൊതു സ്വീകാര്യനെ ഇറക്കി. മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാകും. അന്തിമ തീരുമാനം നാളെ. സന്തോഷത്തോടെ ചുമതല സ്വീകരിക്കുമെന്ന് K. ജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവും സുധീഷ് കുമാറും SIT കസ്റ്റഡിയിൽ. KS ബൈജു ജയിലിൽ. മഹസറിൽ ദുരൂഹത. വാതിലിലെ സ്വർണത്തെക്കുറിച്ച് പരാമർശമില്ല. സ്വർണ്ണക്കൊള്ളയിൽ ശക്തമായ സമരത്തിനൊരുങ്ങി കോൺഗ്രസ്. ലക്ഷ്യം വോട്ടല്ല. സംസ്ഥാനത്ത് BJPയുടെ പുതിയ നീക്കം. മുസ്ലിം വീടുകളിൽ സൗഹൃദ സന്ദർശനം നടത്തും. വോട്ട് ലക്ഷ്യമാക്കിയല്ല. BJPയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാനാണ് സന്ദർശനമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ സർക്കുലർ. എല്ലാം പ്രോട്ടോകോൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച വേണുവിന് എല്ലാ ചികിത്സയും നൽകിയെന്ന് കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർ. ചികിത്സാ പിഴവ് മറച്ചുവെക്കാനാണ് ശ്രമമെന്ന് വേണുവിന്റെ ഭാര്യ. നിയമപോരാട്ടം തുടരുമെന്ന് കുടുംബം. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. ഇത്തിരി ആശ്വാസം. സംസ്ഥാനത്ത് പുതുക്കിയ നെല്ല് സംഭരണ വില അടുത്തയാഴ്ച മുതൽ കർഷകരിലേക്ക്. 1 കിലോയ്ക്ക് 30 രൂപ. നെല്ല് സംഭരണം ചൊവ്വാഴ്ച മുതൽ. കർഷകരെ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് മന്ത്രിമാരായ P. പ്രസാദും GR അനിലും. പലതും കണ്ടെത്താനുണ്ട്. CPM നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരം നേമം സർവീസ് സഹകരണ ബാങ്കിൽ ED റെയ്ഡ്. പരിശോധന 100 കോടി രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിൽ. മുൻ ഭരണസമിതി അംഗങ്ങളുടെ വീടുകളിലും റെയ്ഡ്. കയ്യെത്തും ദൂരത്ത്. ഇന്ത്യ ഓസ്ട്രേലിയ 5ാം T20 നാളെ ബ്രിസ്ബണിൽ. ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര. സമനില പിടിക്കാൻ ഓസ്ട്രേലിയ. രഞ്ജി ട്രോഫിയിൽ കേരളം സൗരാഷ്ട്ര പോരാട്ടം നാളെ മുതൽ. കാക്കിക്കുള്ളിലും പുഴുക്കുത്തുകളോ? മരമുറി കേസിൽ SP സുജിത് ദാസിനെതിരെ പരാതി നൽകിയതിന് പിന്നാലെ പ്രതികാര നടപടിക്ക് ഇരയായെന്ന് SI ശ്രീജിത്ത്. സർവീസിൽ തുടരാൻ താൽപര്യമില്ലെന്ന് കാട്ടി രാജിക്കത്ത് നൽകി. നിയമപോരാട്ടം തുടരുമെന്നും പോലീസിലെ പുഴുക്കുത്തുകളെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നും ശ്രീജിത്ത് അമൃത ന്യൂസിനോട്. സ്റ്റോറി ഓഫ് ദ ഡേ. കൊള്ളയടിക്കും നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും. സഞ്ചാരം ഇനി ആനന്ദവണ്ടിയിൽ. സുപ്രീം കോടതിയുടെ ഒരു നിർണായക ഉത്തരവ് വന്ന ദിവസമാണിന്ന്. തെരുവ് നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണം. സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ് സുപ്രീം കോടതി ഈ നിർണായക നിർദ്ദേശം നൽകിയത്. തെരുവ് നായ്ക്കളെ ഒഴിവാക്കാൻ 2 ആഴ്ചത്തെ സമയമാണ് സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്. അലഞ്ഞു നടക്കുന്ന മൃഗങ്ങളെ ദേശീയപാതയിൽ നിന്ന് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരുവുകളിൽ അലയുന്ന നായ്ക്കൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ കൊണ്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് കുട്ടികളാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം. അത് ശരിയുമാണ്. അതിനിടെ പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റ് മരിച്ച 12-കാരി അഭിരാമിയുടെ അമ്മയും ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്.
തെരുവുനായ വിഷയത്തിൽ മുൻപ് നൽകിയ നിർദ്ദേശത്തിന്റെ തുടർച്ചയായാണ് ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി ഇറക്കിയത്. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്ന് പൂർണ്ണമായും തെരുവുനായ്ക്കളെയും അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളെയും ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മെഹ്ത, NV അഞ്ചാരിയ എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചാണ് നിർണായക ഉത്തരവിറക്കിയത്. 2 ആഴ്ചയ്ക്കുള്ളിൽ പൊതുവിടങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ കണ്ടെത്തി ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റാനാണ് കോടതി നിർദ്ദേശം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ ആശുപത്രികൾ, ബസ് സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി ജനങ്ങൾ കൂടുതലായി എത്തുന്ന സ്ഥലങ്ങളിൽ തെരുവുനായ്ക്കൾ ഉള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ വേലികൾ നിർമ്മിക്കാനും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഈ നടപടികൾ 8 ആഴ്ച കൊണ്ട് പൂർത്തിയാക്കണം. ഇത്തരം സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ നോഡൽ ഓഫീസർമാരെ നിയമിക്കുവാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടർച്ചയായി പൊതുവിടങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തണം. വന്ധ്യംകരണത്തിന് ശേഷം തെരുവുനായ്ക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്നും പിടിച്ച നായ്ക്കളെ അതേ സ്ഥലത്ത് തിരികെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കരുതെന്നും കർശന നിർദ്ദേശമുണ്ട്. അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന മൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്നതും ജീവൻ നഷ്ടപ്പെടുന്നതും കുട്ടികൾക്കാണെന്നും കോടതി വ്യക്തമാക്കി. ദേശീയപാതകളിൽ അലഞ്ഞു നടക്കുന്ന മൃഗങ്ങളെ ഒഴിവാക്കാനും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റിയും ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഇക്കാര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് കോടതി പറഞ്ഞു. 3 ആഴ്ചയ്ക്കകം ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകാനാണ് നിർദ്ദേശം. പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റു മരിച്ച 12-കാരിയുടെ അമ്മ സുപ്രീം കോടതിയിൽ തെരുവുനായ പ്രശ്നത്തിലെ കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി. പെരുന്നാട്ടിൽ 2022 മരിച്ച അഭിരാമിയുടെ അമ്മ രജനിയാണ് കോടതിയെ സമീപിച്ചത്. താൻ മകളെ നഷ്ടപ്പെട്ട നിർഭാഗ്യവതിയായ അമ്മയാണെന്നും ഇരകൾക്ക് ധനസഹായം നൽകണമെന്നും രജനി പറഞ്ഞു. ജില്ലാതലത്തിൽ സമിതികൾ രൂപീകരിക്കണമെന്നും റാബീസ് വാക്സിൻ ലഭ്യത ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പ്രതികരണം നടത്തുന്നുണ്ടായിരുന്നു. കേരളത്തിലെ മുഴുവൻ തെരുവുനായ്ക്കളെ മാറ്റുക എന്നത് പ്രായോഗികമല്ല എന്നാണ് മന്ത്രിയുടെ പക്ഷം. ABC ഷെൽട്ടർ തുടങ്ങുന്നതിനെതിരെ പോലും പ്രതിഷേധങ്ങളുണ്ട്. പിന്നെ എങ്ങനെയാണ് തെരുവുനായ്ക്കളെ മുഴുവൻ മാറ്റാൻ കഴിയുക എന്നാണ് മന്ത്രി ഉന്നയിച്ച ചോദ്യം. കേരളം നേരിടുന്ന ഒരു പ്രശ്നം വലിയ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ്. ഇവിടെ നഗരഗ്രാമ വ്യത്യാസമൊന്നുമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോഴെങ്ങനെയാണ് ഈ തെരുവുനായ്ക്കളെക്ക് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കാൻ കഴിയുക? അപ്പം അതുകൊണ്ട് കുറെ കൂടി പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. തെരുവുനായ്ക്കളെ ഒഴിവാക്കാനുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ആക്രമണങ്ങൾ ഒരു വശത്ത് വീണ്ടും നടക്കുന്നുണ്ട്. മാവേലിക്കര KCB ഓഫീസിൽ തെരുവുനായ ആക്രമണം ഉണ്ടായി. ഓഫീസിലെ ജീവനക്കാർക്ക് നേരെയാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. ഒരാൾക്ക് കടിയേറ്റു. ഒരു യുവതിക്ക് നേരെ നായ ചാടി വീണു. രക്ഷപ്പെടുത്തുന്നതിനിടെ യുവതിക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തലസ്ഥാനത്തിന്റെ മുഖം മാറുകയാണ്. കൂടുതൽ വേഗത്തിൽ നഗരം കുതിക്കുകയാണ്. അതിന്റെ പുതിയൊരു ഘട്ടത്തിലൂടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാനായി മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റിന് അംഗീകാരം നൽകിയിരിക്കുന്നു. പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെ 31 കിലോമീറ്റർ ദൂരം 27 സ്റ്റേഷനുകളാണ് മെട്രോ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. തിരുവനന്തപുരം കാത്തിരുന്ന മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകാരം നൽകിയത്. ടെക്നോ പാർക്കിന്റെ 3 ഫേസുകൾ, വിമാനത്താവളം, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ്, മെഡിക്കൽ കോളേജ് എന്നിവ ബന്ധിപ്പിക്കുന്ന ആദ്യഘട്ട അലൈൻമെന്റാണ് അംഗീകരിച്ചത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല. പാപ്പനംകോട് നിന്ന് ആരംഭിച്ച് കിള്ളിപ്പാലം, പാളയം, ശ്രീകാര്യം, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കൊച്ചുവേളി, വിമാനത്താവളം വഴി ഈഞ്ചക്കലിൽ അവസാനിക്കുന്നതാണ് ലൈറ്റ് മെട്രോ പദ്ധതി. 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 27 സ്റ്റേഷനുകളുണ്ട്. കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കാര്യവട്ടം എന്നിവിടങ്ങളിലായിരിക്കും ഇന്റർചേഞ്ച് സ്റ്റേഷനുകൾ. തിരുവനന്തപുരം മെട്രോയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ശ്രീകാര്യം, ഉള്ളൂർ, പട്ടം എന്നീ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിച്ചിരുന്നു. ഇതിൽ ശ്രീകാര്യം മേൽപ്പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. നിലവിൽ അംഗീകരിച്ച ലൈറ്റ് മെട്രോ റെയിൽ പദ്ധതി നഗരത്തിന്റെ ഭാവി വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി വാദങ്ങളും പ്രതിവാദങ്ങളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. സർക്കാരും ദേവസ്വം ബോർഡും കടുത്ത പ്രതിരോധത്തിലാണ് ഈ വിഷയത്തിൽ. ഇതോടെയാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തീരുമാനിക്കുമ്പോൾ പൊതുസ്വീകാര്യനായ ആളെ കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായേക്കും. നാളെയാണ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ഭരണസമിതികൾ ഓരോന്നായി പ്രതിക്കൂട്ടിലാകുന്ന വേളയിൽ പുതിയ പ്രസിഡന്റ് പൊതുസമൂഹത്തിന് സ്വീകാര്യനായ വ്യക്തി തന്നെ ആകണമെന്ന നിർദ്ദേശമാണ് പാർട്ടിയിൽ ഉയർന്നത്.
രാവിലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പല പേരുകളും ഉയർന്നെങ്കിലും പാർട്ടി അംഗങ്ങളെ ചുമതല ഏൽപ്പിക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു. ഒടുവിൽ മുഖ്യമന്ത്രി അടക്കം നിർദ്ദേശിച്ചത് കെ ജയകുമാർ IAS പേരായിരുന്നു. കുവൈറ്റ് സന്ദർശനം കഴിഞ്ഞ് നാളെ മുഖ്യമന്ത്രി മടങ്ങിവന്ന ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. നിലവിലെ ഭരണസമിതിക്ക് കാലാവധി നീട്ടി നൽകില്ല എന്നും പുതിയ പ്രസിഡന്റിനെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. അതിപ്പോൾ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല, അതിന്റെ പ്രോസസ് നീങ്ങുമ്പോൾ മനസ്സിലാവുമല്ലോ ആരാണ് എന്താണെന്നല്ല. നിലവിലെ ഭരണസമിതിക്ക് കാലാവധി നീട്ടി നൽകാൻ സർക്കാർ നീക്കം നടത്തിയെങ്കിലും കോൺഗ്രസും BJPയും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്നാണ് പുതിയ ഭരണസമിതിയെ വെക്കാൻ തീരുമാനിച്ചത്. നിലവിൽ IMG ഡയറക്ടർ പദവി വഹിക്കുന്ന കെ ജയകുമാർ ശബരിമല സ്പെഷ്യൽ ഡയറക്ടറായും ദീർഘകാലം ശബരിമലയുടെ ഹൈപ്പവർ കമ്മിറ്റി ചെയർമാനായും മാസ്റ്റർ പ്ലാൻ കമ്മിറ്റി ചെയർമാനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മലയാളം സർവകലാശാല മുൻ VC ആയ കെ ജയകുമാർ ഗാനരചയിതാവ്, എഴുത്തുകാരൻ, നിരൂപകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭ കൂടിയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ചുമതലയേൽക്കേണ്ടി വന്നാൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് കെ ജയകുമാർ പ്രതികരിച്ചു. വിവാദങ്ങളെയും തീർത്ഥാടനത്തെയും കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്നും ഇപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകും എന്നും അദ്ദേഹം പറയുകയാണ്. ശബരിമല സീസൺ ആരംഭിക്കാനിരിക്കെയാണ് തീർത്ഥാടനത്തിനാകും അടിയന്തര പരിഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവാദങ്ങളും നമ്മൾ ഈ തീർത്ഥാടനവും കൂടെ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം നടത്ത് അതിൻ്റെ വഴി പോലെ നടക്കും. ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീർത്ഥാടനം ഭംഗിയാവുക എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് വെല്ലുവിളിയെന്ന് എനിക്ക് തോന്നുന്നു. അതാണ്. അപ്പോൾ അത് ഈ ഓർഡറൊക്കെ കൈ കിട്ടിയിട്ട് ഞാനത് വിശദമായിട്ട് നിങ്ങളെ വീണ്ടും കണ്ടുകൊള്ളാം. അത് സമയമധികമില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ബോർഡ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിൻ്റെ തുടർച്ച എന്നുള്ളതിലേക്ക് ഇനിയും ഫലപ്രദമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് വിശദമായിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ലല്ലോ. പേപ്പർ കയറട്ടെ. സന്തോഷക്കുറവില്ല, വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ്. വലിയ ഭാരമാണെങ്കിലും ഉത്തരവാദിത്വം വളരെ വലുതാണെങ്കിലും ഞാനത് സന്തോഷത്തോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ശരിയെന്ന്. താങ്ക് യു. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട് എന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ ഇന്ന് റാന്നി കോടതി റിമാൻഡ് ചെയ്തു. ഒപ്പം മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും SITയുടെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. തിരുവാഭരണം കമ്മീഷണറുടെ ഓഫീസിന്റെ പ്രവർത്തനം അടിമുടി ദുരൂഹമായിരുന്നുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞത്. അതേസമയം ശ്രീകോവിലിന്റെ വാതിലുകൾ ഇളക്കി മാറ്റിയത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് തെളിയിക്കുന്ന മഹസറും പുറത്തുവന്നിട്ടുണ്ട്. ശബരിമല ശ്രീകോവിൽ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ 4ാം പ്രതിയാണ് KS ബൈജു. ഈ കേസിലാണ് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇയാളെ 14 ദിവസത്തെ റിമാൻഡിൽ വിട്ടത്. നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബു, സുധീഷ് കുമാർ എന്നിവരുടെ കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് അന്വേഷണ സംഘം നൽകിയ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാണ് മുരാരി ബാബുവിനെ 10ാം തീയതി വരെയും സുധീഷ് കുമാറിനെ 12ാം തീയതി വരെയും കസ്റ്റഡിയിൽ വിട്ടത്. കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിലാണ് KS ബൈജുവിനെ റിമാൻഡ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നവീകരിച്ച് തിരികെ എത്തിച്ച കട്ടിളപ്പാളികൾ പരിശോധിച്ചുറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. തിരുവാഭരണം കമ്മീഷണറുടെ ഓഫീസിന്റെ പ്രവർത്തനം അടിമുടി ദുരൂഹമായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ബൈജുവിന്റെ കസ്റ്റഡിക്കായി അടുത്ത ദിവസം അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയേക്കും. അതേസമയം ശബരിമല ശ്രീകോവിൽ വാതിലുകൾ സംബന്ധിച്ച മഹസർ പകർപ്പ് പുറത്തുവന്നു. മഹസറിൽ അടിമുടി ദുരൂഹതയാണ്. 2019 മാർച്ച് 3-ാം തീയതി പുതിയ സ്വർണ്ണവാതിൽ ഘടിപ്പിച്ചപ്പോൾ വാതിൽപ്പാളികൾ എന്നല്ലാതെ സ്വർണത്തെക്കുറിച്ചുള്ള ഒരു പരാമർശവും മഹസറിലില്ല. പുതിയ സ്വർണ്ണവാതിൽ വെച്ച ശേഷം പഴയ പാളികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ഏൽപ്പിക്കുന്നതായും മഹസറിൽ പറയുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിന്റെ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ നേരത്തെ ഉണ്ടായതാണ്. ഇപ്പോൾ ശക്തമായ സമരത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ബുധനാഴ്ച സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനാണ് തീരുമാനം. ദേവസ്വം മന്ത്രി ബോർഡും രാജിവെക്കണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കൊള്ള ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള നിരീക്ഷണങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും അന്താരാഷ്ട്ര ടെമ്പിൾ മോഷണം എന്ന രീതിയിലാണ് മോഷണത്തെ കോടതി ഉപമിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു. ശബരിമല കൊള്ളയുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പങ്ക്, ദേവസ്വം ബോർഡിൻ്റെയും ഉന്നതന്മാരുടെയും പങ്ക് വളരെ പ്രകടമാണ് എന്ന് കോടതി തന്നെ സമ്മതിച്ച കാര്യത്തിൽ ദേവസ്വം ബോർഡ് അധികാരികളും ദേവസ്വം മന്ത്രിയും രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് KPCCയുടെ നേതൃത്വത്തിൽ വരുന്ന 12-ാം തീയതി
സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ ഇന്ന് രാവിലെ ചേർന്ന കോൺഗ്രസ് നേതൃയോഗം അവൈലബിൾ ഭാരവാഹികളുടെയും മുതിർന്ന നേതാക്കന്മാരുടെയും യോഗം തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ ക്രിസ്മസ് കാലത്തൊക്കെ ക്രിസ്തീയ വീടുകളിലൊക്കെ സന്ദർശനം BJP നടത്തിയിരുന്നു. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ മുസ്ലിം വീടുകളിലേക്ക് ഒരു സൗഹൃദ സന്ദർശനം നടത്താൻ ഒരുങ്ങുകയാണ് BJP. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ക്രൈസ്തവ ഗൃഹസന്ദർശനത്തിന് പിന്നാലെ മുസ്ലിം സൗഹൃദം കൂടി ലക്ഷ്യമിടുകയാണ് ഈ പദ്ധതിയിലൂടെ. പക്ഷേ വോട്ട് ലക്ഷ്യമാക്കിയല്ല, BJPയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാനാണ് ഇത്തരത്തിൽ സൗഹൃദ സന്ദർശനം നടത്തുന്നതെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുന്നുവെന്ന സന്ദേശമാണ് BJP ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകാൻ ശ്രമിക്കുന്നത്. മുമ്പ് ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുകയും ക്രിസ്മസിന് കേക്ക് നൽകുകയും ചെയ്തത് നേട്ടമായി എന്ന വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കുകയാണ് BJP. എല്ലാ മുസ്ലിം വീടുകളും സന്ദർശിച്ച് ജനങ്ങളുമായി സൗഹൃദം പങ്കിടും. BJP സംസ്ഥാന ഉപാധ്യക്ഷനും കാലിക്കറ്റ് സർവകലാശാല മുൻ VCയുമായ ഡോക്ടർ അബ്ദുസലാമിന്റെ നേതൃത്വത്തിലാണ് ഭവന സന്ദർശനം. വർഗീയ പാർട്ടി എന്ന മിഥ്യാധാരണ ജനങ്ങളിൽ നിന്ന് അകറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. ഇതിൽ രാഷ്ട്രമില്ല, ഇത് വോട്ട് പിടിക്കാനല്ല, ഇത് ഞങ്ങൾ ട്രസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്നു. ഇതുവരെ വിഷം നിറച്ച് വെച്ച രാഷ്ട്രീയത്തെ പൊളിക്കാൻ ഒരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. സിൻസിയറായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോവും. ഈ ടീം എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റീനെ കാണും. ഞങ്ങളുടെ കാഴ്ചപ്പാട് BJP ചെയ്യാൻ ആഗ്രഹിക്കുന്ന, BJP സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികസിത കേരളം, അത് എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരുടെ ഒപ്പം ഞങ്ങൾ ചെയ്യാൻ ആണ് ഞങ്ങളുടെ താല്പര്യം എന്ന് ഞങ്ങൾ മുമ്പോട്ട് കൃത്യമായി പറയും. ദേശീയ ഉപാധ്യക്ഷനായി AP അബ്ദുള്ളക്കുട്ടി അടക്കം മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേതാക്കൾ സംസ്ഥാനത്തുണ്ട്. സമുദായത്തിൽ നിന്നുള്ള നേതാക്കളെ കളത്തിലിറക്കി മതേതര പാർട്ടിയാണ് എന്ന സന്ദേശം ന്യൂനപക്ഷങ്ങളിൽ എത്തിക്കുകയാണ് BJP ഇതിലൂടെ ചെയ്യുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതിന്റെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് BJP എത്തുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നാണ് BJP കണ്ണൂർ നോർത്ത് ജില്ലാ അധ്യക്ഷൻ കീഴ്ഘടകങ്ങൾക്ക് നൽകിയ സർക്കുലറിലുള്ളത്. ഓരോ പഞ്ചായത്തിലും നിർത്തേണ്ട സ്ഥാനാർത്ഥികളുടെ എണ്ണമടക്കമാണ് കീഴ്ഘടകങ്ങൾക്ക് ജില്ലാ അധ്യക്ഷൻ സർക്കുലർ അയച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുകയെന്ന തന്ത്രമാണ് കേരളത്തിൽ BJP ആവിഷ്കരിക്കുന്നത്. തീവ്ര ഹിന്ദുത്വത്തിലൂടെ കേരളത്തിൽ മുന്നേറാനാവില്ലെന്ന തിരിച്ചറിവിനെ തുടർന്നാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ സംസ്ഥാന ഘടകം ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയത്. ഏതൊക്കെ പഞ്ചായത്തുകളിൽ ഏതൊക്കെ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന് സംസ്ഥാന കമ്മിറ്റി സർവേ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന കമ്മിറ്റി നൽകിയ ഈ നിർദ്ദേശം കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ സർക്കുലറായി കീഴ്ഘടകങ്ങൾക്ക് നൽകി. സർക്കുലറിൽ സംസ്ഥാന കമ്മിറ്റി നൽകിയ നിർദ്ദേശപ്രകാരമുള്ള കണക്കുകളുണ്ടെന്നും കാണാം. കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ KK വിനോദ് കുമാർ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ നിർത്തേണ്ട എണ്ണമടക്കമുള്ള വിവരങ്ങളാണ് താഴേക്ക് കൈമാറിയത്. അതേസമയം സർക്കുലർ പുറത്തായതോടെ BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രവും നാട്ടിൽ പാട്ടായി. അമൃത ന്യൂസ്, കണ്ണൂർ. എന്നാൽ തെരഞ്ഞെടുപ്പ് മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് LDFും UDFുമാണെന്നാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറയുന്നത്. ക്രിസ്ത്യാനികളെ മത്സരിപ്പിക്കാൻ BJPക്ക് കഴിയില്ലേ എന്നും അത് മറ്റാരുടെയെങ്കിലും കുത്തകയാണോ എന്നും അദ്ദേഹം ചോദിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ K സുരേന്ദ്രൻ LDFിനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFിനെയാണ് സഹായിക്കുന്നതെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. അതെന്താ, ഞങ്ങൾക്ക് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ പറ്റൂലേ? ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ UDFിൻ്റെ LDFിൻ്റെ കുത്തകയാണോ? ഒരു കള്ളപ്രചരണമാണ്. ഞങ്ങൾ എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയും കൊടുത്തിട്ടുണ്ട്. ഇത്തവണ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കും, മുസ്ലിങ്ങൾക്കും കൂടുതലായിട്ട് കൊടുക്കും. എല്ലാ സ്ഥാനാർത്ഥികളെയും മത്സരിപ്പിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്താണ് ന്യൂനപക്ഷത്തിന് കൊടുക്കാത്തത്? നിങ്ങൾ എന്തൊരു ഇരട്ടത്താപ്പാണ്. ഞങ്ങൾ ന്യൂനപക്ഷത്തിന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേവലാതി, കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ പറയും കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാവരും കൊടുക്കണ്ടേ? അവരും ഇവിടുത്തെ പൗരന്മാരാണ്. ക്രിസ്ത്യാനികളും പൗരന്മാരാണ്, മുസ്ലിങ്ങളും പൗരന്മാരാണ്. പെരുവയൽ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ പോരാട്ടം കടുക്കും. CPMൽ നിന്ന് പിടിച്ചെടുത്ത ഗ്രാമപഞ്ചായത്തിൽ 4ാം തവണയും തുടർഭരണമാണ് UDFിന്റെ ലക്ഷ്യം. അതേസമയം നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാനും ഭരണത്തിലേക്ക് എത്താനുമാണ് CPMന്റെ ശ്രമം.
തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ 15 വർഷത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പെരുവയൽ ഗ്രാമപഞ്ചായത്ത് ഇത്തവണയും പിടിച്ചടക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. 1964 പെരുവയൽ ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചതു മുതൽ ഭരണം CPMന്റെ കൈകളിലായിരുന്നു. എന്നാൽ 2010 CPMന്റെ കോട്ടകൾ പിടിച്ചടക്കി ഭരണം UDF സഖ്യം പിടിച്ചു. പിന്നീട് തുടർച്ചയായി 15 വർഷം UDFന്റെ ഭരണമാണ്. UDF 15, CPM 6, BJP 1 എന്നതാണ് ഇപ്പോഴത്തെ സീറ്റ് നില. കഴിഞ്ഞ 5 വർഷത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ സേവനങ്ങളും ഒരു സോഫ്റ്റ്വെയറിലേക്ക് ക്രമീകരിക്കുന്ന ഇൻഫർമേഷൻ കേരള മിഷന്റെ ഇന്റലിജന്റ് ഗവേണൻസ് സംവിധാനത്തിനും പെരുവയൽ ഗ്രാമപഞ്ചായത്ത് തുടക്കമിട്ടിരുന്നു. പിന്നാലെ കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നതിനെതിരെയും ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കിയിരുന്നു. കൂടാതെ വിളയിൽ ഫസീലയുടെ സ്മരണയിൽ സാംസ്കാരിക കോണർ, കോണാറമ്പിൽ വിപുലമായ സൗകര്യത്തോടെ സ്റ്റേഡിയം എന്നിവയും ഭരണപക്ഷത്തിന്റെ ഇതുവരെയുള്ള നേട്ടങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ്. 22 വാർഡുകൾ വാർഡ് വികസനത്തെ തുടർന്ന് 24 ആയിട്ടുണ്ടെങ്കിലും വികസന നേട്ടങ്ങൾ മുൻനിർത്തി ഇത്തവണയും പോരാട്ടത്തിനിറങ്ങുന്ന UDF സഖ്യം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. സർക്കാർ തരുന്ന ഫണ്ടുകൾ, പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടുകളെല്ലാം തന്നെ 100% ചെലവഴിക്കുക എന്ന് തന്നെയാണ് ഭരണസമിതിയുടെ ഉദ്ദേശം. ആ ഉദ്ദേശം കൃത്യമായിട്ട് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള വികസനം അല്ലെങ്കിൽ സേവനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വളരെ തൃപ്തരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കൈകളിൽ തന്നെ ഇനി അടുത്ത ഭരണവും ഉണ്ടാകുമെന്നുള്ള തീർച്ചയായിട്ടുമുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഇത്തവണയും UDF അധികാരത്തിൽ വരുമെന്ന് ജനങ്ങളും പറയുന്നുണ്ട്. നല്ല പ്രൊപ്പോസൽ, നല്ല ഭരണസമിതിയാണ് ഇവിടെ നിലവിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണസമിതിയിലാണ് തുടരാൻ സാധ്യത കാണുന്നത് അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലും. കാരണം പഞ്ചായത്തിന് ലഭിക്കുന്ന ഫണ്ടുകളൊക്കെ 100% ചെലവഴിച്ച് സംസ്ഥാനത്ത് തന്നെ 1ാം സ്ഥാനം നേടിയൊരു പഞ്ചായത്ത് എന്നുള്ള രീതിയിലാണ് പെരുവയൽ പഞ്ചായത്ത് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പുതിയ പുതിയ പദ്ധതികൾ, നമ്മുടെ സമീപ പഞ്ചായത്തുകളിലൊന്നും കാണാത്ത കുറേ പദ്ധതികൾ ഈ പഞ്ചായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഇതായി പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ വരണമെന്ന് പൊതുസമൂഹത്തിനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആരായാലും ഏത് ഭരണസമിതി ആണെങ്കിലും അല്ലെങ്കിൽ ഏത് മെമ്പറാണെങ്കിലും നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് 24/7 എന്ന് പറയുന്ന രീതിയിൽ പൂർണ്ണ സമയം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം വേഗമൊക്കെ ശരിയാക്കി തരുന്നുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ നല്ലതായി. മുമ്പ് ഒന്നും അങ്ങനെ ഇല്ലെങ്കിലും ഇപ്പം ഒരു കുഴപ്പമില്ല. അതേസമയം 15 വർഷം കൈവിട്ടുപോയ ഗ്രാമപഞ്ചായത്ത് തിരിച്ചു പിടിക്കാനാണ് CPMന്റെ നീക്കം. അമൃത ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ ഹൃദ്രോഗി മരിച്ചെന്ന ആരോപണത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നാളെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിവരം. അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. DMEയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുക. ഏതായാലും മരിച്ച വേണുവിന് പ്രോട്ടോകോൾ പ്രകാരം ചികിത്സ നൽകിയിരുന്നുവെന്നാണ് കാർഡിയോളജി വിഭാഗം മേധാവി പറയുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് വേണുവിന്റെ കുടുംബത്തിന്റെ തീരുമാനം. മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് കൊല്ലം പന്മന സ്വദേശി വേണു മരിക്കാനിടയായ സാഹചര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് ഇന്നലെയാണ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നാളെ ആരോഗ്യവകുപ്പിന് സമർപ്പിക്കും. ഡ്രൈവറായ വേണുവിനെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. എന്നാൽ 5 ദിവസം പിന്നിട്ടിട്ടും ആരും തിരിഞ്ഞു നോക്കാതിരിക്കുകയും ഒരു ചികിത്സയും ലഭിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജിലെ കാർഡിയോ വിഭാഗത്തിനെതിരെ സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ച ശേഷം മരണത്തിന് കീഴടങ്ങിയത്. അതേസമയം വേണുവിന്റെ മരണത്തിൽ വിശദീകരണവുമായി കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർ രംഗത്തെത്തി. നെഞ്ചുവേദന തുടങ്ങി 24 മണിക്കൂർ കഴിഞ്ഞാണ് ആശുപത്രിയിലെത്തിയത്. വേണുവിന് പ്രോട്ടോകോൾ അനുസരിച്ച് കൊടുക്കാവുന്നതിൽ മികച്ച ചികിത്സ നൽകിയതായി കാർഡിയോളജി വിഭാഗം മേധാവി പറഞ്ഞു. ഈ രോഗി വന്നത് നെഞ്ചുവേദനയായിട്ടാണ്. നവംബർ 1 ഇവിടെ കാഷ്വാലിറ്റി വന്നു. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് സ്ഥിരീകരിച്ചു. ലൈറ്റിക് തെറാപ്പി കൊടുക്കുന്നത് നെഞ്ചുവേദന തുടങ്ങി 12 മണിക്കൂറിനകം വന്നാലാണ് ലൈറ്റിക് തെറാപ്പി കൊടുക്കുന്നത്. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് നെഞ്ചുവേദന തുടങ്ങിക്കഴിഞ്ഞ് 24 മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് 24 മണിക്കൂറിന് ശേഷമാണ്. അതുകൊണ്ട് ഈ 2 ട്രീറ്റ്മെൻറ്റ് രീതികളും ഇദ്ദേഹത്തിന് സൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടൻറ്റ് തീരുമാനിച്ചു. ബാക്കി മരുന്നുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. ആ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പേഷ്യൻറ്റിനെ ഉടനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പേഷ്യൻ്റ് ഇമ്പ്രൂവ് ചെയ്ത് വരികയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി 5-ാം തീയതി വൈകിട്ട് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ കോംപ്ലിക്കേഷനാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ. ഹാർട്ട് ഫെയിലിയർ വന്നു. പേഷ്യൻറ്റ് വെന്റിലേറ്റർ ആക്കി. പേഷ്യൻറ്റ് മരിച്ചു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ എല്ലാവരുടെയും ഒരു കോമൺ കോസ് ഓഫ് ഡെത്താണ്.
എന്നാൽ ഡോക്ടർമാർ പറയുന്നത് കളവാണെന്ന് വേണുവിന്റെ ഭാര്യ പറയുന്നു. മതിയായ അടിയന്തര ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം ആവർത്തിക്കുന്നു. ചികിത്സ ലഭിക്കാതെ രോഗി മരിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ 13-ാം തീയതി മുതൽ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് പോവുകയാണ്. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. അത്യാഹിത സേവനങ്ങൾ ഒഴികെയുള്ള എല്ലാ സേവനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനാണ് ഡോക്ടർമാർ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സമരം നടത്തിയത് OP വിഭാഗത്തെയൊക്കെ കാര്യമായി ബാധിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയും ഡോക്ടർമാർ അത്തരത്തിൽ സമരത്തിലേക്കൊക്കെ പോയാൽ അത് വലിയ പ്രതിസന്ധിയാവും ആരോഗ്യമേഖലയിൽ ഉണ്ടാക്കുക. വിവിധ തസ്തികകളിലെ ശമ്പളത്തിലെ അപാകതകൾ പരിഹരിക്കുക, 2016 മുതലുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക, പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിന് മുൻപ് ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കുക, അശാസ്ത്രീയമായ പുനർവിന്യാസം അവസാനിപ്പിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നവംബർ 13-ന് ഡോക്ടർമാർ സമ്പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാസം 13-ന് അത്യാഹിത വിഭാഗം ഒഴികെയുള്ള മറ്റെല്ലാ സേവനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുറച്ചുനാളായി KGMCTA പ്രതിഷേധത്തിലാണ്. എന്നാൽ ലേബർ റൂം, കാഷ്വാലിറ്റി, ICU സേവനങ്ങൾ നൽകിയിരുന്നു. പ്രതിഷേധം ഈ രീതിയിൽ തുടർന്നിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കടുത്ത തീരുമാനത്തിലേക്ക് KGMCTA എത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് നെല്ല് സംഭരണത്തിൽ ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടാവുകയാണ്. നെല്ല് അടുത്ത ആഴ്ച മുതൽ സംഭരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ സംഭരിച്ച നെല്ലിന്റെ വില തിങ്കളാഴ്ച മുതൽ കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 30 രൂപ എന്നുള്ള പുതിയ താങ്ങുവില നിരക്കിലാണ് നൽകുക. ചൊവ്വാഴ്ച മുതൽ FCAയുമായും സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനുമായി സഹകരിച്ചാണ് നെല്ല് സംഭരണം പുനരാരംഭിക്കുന്നത്. കിഴിവ് നിശ്ചയിക്കാൻ ശാസ്ത്രീയ സംവിധാനം ഒരുക്കുമെന്നും കർഷകരെ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ല എന്നും മന്ത്രിമാരായ P പ്രസാദും GR അനിലും പറഞ്ഞു. നിലവിൽ സർക്കാർ നിശ്ചയിച്ച പ്രകാരം നെല്ല് സംഭരിക്കുന്ന മില്ലുകൾക്ക് പുറമെ കൂടുതലായി കൊയ്തു വെച്ചിരിക്കുന്ന നെല്ല് വരുന്ന ചൊവ്വാഴ്ച മുതൽ FCAയുമായും സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനുമായും സഹകരിച്ച് സംഭരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ നീക്കം. നെല്ല് സംഭരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിന് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കർഷകരും സപ്ലൈകോ ഉദ്യോഗസ്ഥരുമായി നടന്ന ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു മന്ത്രിമാരുടെ പുതിയ ഉറപ്പ്. മില്ലുടമ സംഘടനകളുമായി മുഖ്യമന്ത്രി ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ടും സംഭരണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ നിരവധി മില്ലുകൾ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കർഷകരുടെ പ്രയാസം ഒഴിവാക്കുന്നതിനായി മാർഗങ്ങൾ സർക്കാർ ആവിഷ്കരിച്ചത്. കർഷകർ ഇതുവരെ സംഭരിച്ച നെല്ലിന്റെ പണം തിങ്കളാഴ്ച മുതൽ കൊടുത്തു തുടങ്ങുമെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. ചൊവ്വാഴ്ച മുതൽ FCAയുമായി സഹകരിച്ച് കർഷകന്റെ നെല്ലെടുക്കാനുള്ള നടപടികൾ ആയി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് വരെ സംഭരിച്ചതിൻ്റെ പണം തിങ്കളാഴ്ച മുതൽ കൊടുത്തു തുടങ്ങും. സംഭരിക്കുന്ന മുറയ്ക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത്തവണ കർഷകരിൽ നിന്ന് എടുക്കുന്ന അത് FCA എടുക്കുന്ന നെല്ല് ഉൾപ്പെടെ പൂർണ്ണമായും അവർക്ക് ഒരാഴ്ച കഴിയുമ്പോൾ നെല്ലിൻ്റെ വില ഗവൺമെൻറ് ഇപ്പോൾ നിശ്ചയിച്ച 30 രൂപ നിരക്കിൽ നൽകാനുള്ള നടപടികൾ, PRS വായ്പയുടെ നടപടികൾ സപ്ലൈകോ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. FCA സംഭരിച്ചു തുടങ്ങുന്ന നെല്ലിന്റെ വില ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ തീരുമാനിച്ച തുകയായ 30 രൂപ നിരക്കിൽ നൽകാൻ PRS വായ്പയുടെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ നെല്ല് സംഭരിക്കുന്ന പ്രവൃത്തി തുടരുകയാണ്. 2 മില്ലുകൾ കൂടി കരാറിൽ ഒപ്പിടാൻ തയ്യാറായിട്ടുണ്ട് എന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. അതേസമയം സംഭരണത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത് കുട്ടനാട്ടിലാണെന്ന് കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് പറഞ്ഞു. കൊയ്ത്തിന്റെ സമയം ആകുമ്പോഴേക്കും മില്ലുകാർ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതായിരുന്നില്ല. മില്ലുടമകളുമായി പരമാവധി സഹകരിച്ചു പോകാൻ നോക്കിയെങ്കിലും അത് സാധ്യമാവാത്ത സാഹചര്യത്തിൽ ബദൽ മാർഗങ്ങളിലേക്ക് സർക്കാർ നീങ്ങുകയാണ് എന്നും ഇത് കർഷകർക്ക് ഏറെ ആശ്വാസമാകുമെന്നും മന്ത്രി പറഞ്ഞു. നെല്ല് സംഭരണത്തിൽ ഈ നിലനിൽക്കുന്ന സംവിധാനം കഴിഞ്ഞ ഒരു 10-20 വർഷത്തിലധികമായി നിൽക്കുന്ന സംവിധാനമാണ്. അന്നെല്ലാം ഈ തരത്തിലാണ് മില്ലുകളുമായി ചേർന്നാണ് ഈ സംഭരണം നടന്നുകൊണ്ടിരുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് സപ്ലൈകോ സംഭരിക്കുന്നത്. ആ സംഭരണം മില്ലുകളുമായി ചേർന്ന്, കാരണം മതിയായ മില്ലുകൾ നമുക്ക് നമ്മുടെ കൈവശം ഇല്ല എന്നുള്ളൊരു ഘടകമായതുകൊണ്ട്. എന്നാൽ ഇവിടെ കൊയ്ത്തിൻ്റെ ഒരു അവസരത്തിൽ മില്ലുകാരിൽ മിക്കവാറും ചിലരെല്ലാം കാണുന്നത് ഇതൊരു പ്രധാനപ്പെട്ട ഒരു സമയമായിട്ട് കണക്കാക്കുകയും മില്ലുകാരുടെ ദയാദാക്ഷിണ്യത്തിന് വേണ്ടി കർഷകർ നിൽക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. മില്ലുകാർ ഞങ്ങൾ സംഭരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പരാജയപ്പെട്ടു പോകും സർക്കാർ എന്ന് കണക്ക് കൂട്ടിയവരുമുണ്ട്. എന്നാൽ ഗവൺമെൻറ് വളരെ നേരത്തെ തന്നെയും മറ്റ് ബദൽ മാർഗങ്ങൾ ആലോചിച്ചിരുന്നു.
അങ്ങനെയാണ് പാലക്കാട്ട് നെല്ല്, അവിടെ കർഷകർ നല്ല നെല്ല് സംഭരിച്ച് വെക്കുകയാണ്, പിന്നീടാണ് കൈമാറുന്നത്. കുട്ടനാട്ടിലെ പോലുള്ള പ്രശ്നം അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് അവിടെ നമ്മളിപ്പോൾ തന്നെ നെല്ല് സംഭരിച്ചിട്ട് പച്ചച്ചീട്ട് എന്ന് പറയുന്ന ഗ്രീൻ സ്ലിപ്പ് കൊടുത്ത് ആ നെല്ല് ഇപ്പോൾ സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ മുഖ്യമന്ത്രി ബന്ധപ്പെട്ട അധികൃതരുടെ ഓൺലൈൻ യോഗം വിളിച്ചിരുന്നു. ഇതിനുശേഷമായിരുന്നു വിഷയത്തെ സംബന്ധിച്ചുള്ള മന്ത്രിമാരുടെ പ്രതികരണം. ആലപ്പുഴയിൽ ഭക്ഷ്യ കൃഷി വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ തോമസ് കെ തോമസ് MLA, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, സപ്ലൈകോ MD VM ജയകൃഷ്ണൻ, സപ്ലൈകോ ജനറൽ മാനേജർ അബ്ദുൾ ഖാദർ, പാടി മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥർ, FCI ഉദ്യോഗസ്ഥർ, സെൻട്രൽ വെയർഹൌസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ, തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, ആലപ്പുഴ. CPM ഭരണസമിതി 100 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയെന്ന് കണ്ടെത്തിയ തിരുവനന്തപുരം നേമം സർവീസ് സഹകരണ ബാങ്കിൽ ED റെയ്ഡ് നടത്തി. കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിൽ കൊച്ചിയിൽ നിന്നുള്ള ED ഉദ്യോഗസ്ഥരാണ് ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ പരിശോധനയ്ക്കെത്തിയത്. ജീവനക്കാരും ഭരണസമിതിയും ചേർന്ന് വ്യാജരേഖകൾ ചമച്ച് പണം തട്ടിയെന്ന് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു. ബാങ്ക് ഭരണസമിതി അംഗങ്ങളുടെ വീടുകളിലെ പരിശോധനയിൽ ED ഉദ്യോഗസ്ഥർ നിരവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് വിവരം. നമ്മൾ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് നാളെ. ഇന്ത്യ-ഓസ്ട്രേലിയ 5ാം T20 മത്സരം ബ്രിസ്ബണിൽ നടക്കും. പരമ്പരയിലെ അവസാന മത്സരമാണിത്. 2-1 ഇന്ത്യ ഇപ്പോൾ മുന്നിലാണ്. നാളത്തെ മത്സരം കൂടി ജയിച്ച് പരമ്പര സ്വന്തമാക്കാം എന്ന ആത്മവിശ്വാസമാണ് ടീം ഇന്ത്യയ്ക്കുള്ളത്. എന്നാൽ അവസാന മത്സരം ജയിച്ച് പരമ്പര സമനിലയിലാക്കാനുള്ള ശ്രമമായിരിക്കും ഓസ്ട്രേലിയ നടത്തുക. ഉച്ചയ്ക്ക് 1:45 മുതലാണ് മത്സരം. നമ്മൾ പ്രതീക്ഷയോടെ പക്ഷേ കാത്തിരിക്കുകയാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം സൗരാഷ്ട്ര മത്സരം നാളെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ കർണാടകയോട് ഇന്നിംഗ്സ് തോൽവി വഴങ്ങിയ കേരളത്തിന് നാളത്തെ മത്സരം നിർണായകമാണ്. 3 മത്സരങ്ങളിൽ നിന്ന് 2 പോയിന്റ് മാത്രമാണ് കേരളത്തിന് ഉള്ളത്. കളിച്ച 3 മത്സരങ്ങളും സമനിലയിൽ അവസാനിച്ച സൗരാഷ്ട്രയ്ക്ക് 5 പോയിന്റ് ഉണ്ട്. തിരുവനന്തപുരം മംഗലപുരത്തെ KCA സ്റ്റേഡിയത്തിലാണ് മത്സരം. കളിയുടെ ആവേശം പകർന്നും നേട്ടങ്ങളിലൂടെ അഭിമാനമുയർത്തിയും ഇന്ത്യൻ ഹോക്കി കായിക ഭൂപടത്തിൽ തലയുയർത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 1 നൂറ്റാണ്ടിലേക്ക് എത്തുകയാണ്. രാജ്യമെമ്പാടും നടന്ന ഹോക്കി ഇന്ത്യയുടെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ അമൃത സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂളിൽ കേരള ഹോക്കി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദിനാചരണവും ഹോക്കി സ്റ്റിക്ക് വിതരണവും നടത്തി. 1925 നവംബർ 7 മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായത്. 100 വർഷം തികയുന്ന വെള്ളിയാഴ്ച രാജ്യത്തെമ്പാടും വിപുലമായ പരിപാടികളാണ് നടന്നത്. രാജ്യത്താകെ 1000 മത്സരങ്ങളാണ് ഹോക്കി ഇന്ത്യ സംഘടിപ്പിച്ചത്. ഈ ആഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ അമൃത സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂളിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ആലപ്പുഴ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. അമൃത വിദ്യാലയത്തിലെ കുട്ടികളെക്കുറിച്ച് വലിയ അഭിപ്രായമാണ് സമൂഹത്തിനിടയിൽ ഉള്ളതെന്നും കായികക്ഷമത ഉള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ അമൃത വിദ്യാലയങ്ങൾ എടുക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത വിദ്യാലയത്തിലെ കുട്ടികളെക്കുറിച്ച് വളരെ വലിയ ഒരു കാഴ്ചപ്പാടാണുള്ളത്. നിന്റെ അമ്മ പറയുന്നത് പോലെ തന്നെ ചിരിക്കണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു ശരീരം വേണം. ഒരു ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാക്കണമെങ്കിൽ കായികമായ ക്ഷമത ഉണ്ടാവണം. കായികമായ ക്ഷമത ഉണ്ടായാൽ മാത്രമേ അവന് നല്ല ബുദ്ധിയോടുകൂടിയും നല്ല ആരോഗ്യത്തോടുകൂടിയും മനസ്സമാധാനത്തോടുകൂടിയും പഠിക്കാൻ സാധിക്കുകയുള്ളൂ. യോഗത്തിൽ അമൃത വിദ്യാലയം അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടറും അമൃത സെന്റ് മേരീസ് സ്കൂൾ മാനേജറുമായ GS സജികുമാർ അധ്യക്ഷനായി. കുട്ടികൾക്കുള്ള ഹോക്കി സ്റ്റിക്കുകളുടെ വിതരണവും സജികുമാർ നിർവഹിച്ചു. അക്കാദമിക് കാര്യങ്ങൾക്കപ്പുറം കായിക മേഖലയ്ക്കും വലിയ പ്രാധാന്യമാണ് അമൃത വിദ്യാലയങ്ങൾ നൽകുന്നതെന്നും കായിക മേഖലയെ പരിപോഷിപ്പിക്കാൻ നിരവധി പ്രവർത്തനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്കറിയാം, നമ്മുടെ അമൃത വിദ്യാലയങ്ങൾ സ്പോർട്സിന് അക്കാദമിക്കിനൊപ്പം തന്നെ പരമാവധി പ്രാധാന്യം നൽകുന്നുണ്ട്. ഒരു ഒളിമ്പിക്സ് പോലുള്ള കായിക പരിപാടികളിൽ നമ്മുടെ കുട്ടികളെ അതിന് പ്രാപ്തരാക്കുന്നതിന് വേണ്ടി, നമ്മുടെ ടീം അംഗങ്ങളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ സ്കൂളും ഒരു സ്പോർട്സ് അക്കാദമിയും വളരെ താമസിയാതെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് നടക്കാൻ പോവുകയാണ്. യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ജയമോൾ PT, കേരള ഹോക്കി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CT സോജി, ആലപ്പുഴ ജില്ലാ ഹോക്കി അസോസിയേഷൻ സെക്രട്ടറി ഹീരാലാൽ, ആലപ്പുഴ ഹോക്കി അസോസിയേഷൻ ട്രഷറർ സുനിൽ ജോർജ്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജാക്വിലിൻ കുരുവിള തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കാട്ടൂർ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെയും കലവൂർ GHS സ്കൂളിലെയും ഹോക്കി ടീമുകൾ തമ്മിലുള്ള പ്രദർശന മത്സരവും നടന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ.
മലപ്പുറം SP സുജിത് ദാസിനെതിരെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതോടെ ജോലി ഉപേക്ഷിച്ച സംഭവത്തിൽ കൂടുതൽ പ്രതികരണം നടത്തുകയാണ് SI ശ്രീജിത്ത്. SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിൽ SP സുജിത് ദാസിനെതിരെ പരാതി നൽകിയ SI ശ്രീജിത്ത് കഴിഞ്ഞ ദിവസമാണ് DGPക്ക് രാജിക്കത്ത് നൽകിയത്. പരാതി നൽകിയതിന് പിന്നാലെ പ്രതികാര നടപടിക്കിരയായെന്നും ഇനി സർവീസിൽ തുടരുന്നതിനോട് താൽപ്പര്യമില്ല എന്നുമാണ് ശ്രീജിത്ത് പറയുന്നത്. താൻ ഇനിയും നിയമ പോരാട്ടം തുടരുമെന്നും വരും ദിവസങ്ങളിൽ പോലീസ് സേനയിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നും ശ്രീജിത്ത് അമൃത ന്യൂസിനോട് പറഞ്ഞു. മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരമുറിച്ചതുമായി ബന്ധപ്പെട്ട് SP സുജിത് ദാസിനെതിരെ പരാതി നൽകിയ SI ശ്രീജിത്ത് കഴിഞ്ഞ ദിവസമാണ് ജോലി ഉപേക്ഷിച്ചത്. പോലീസ് സേനയിൽ തുടരാൻ താൽപ്പര്യമില്ലെന്നും ജോലി ഉപേക്ഷിക്കുകയാണെന്നും സംസ്ഥാന പോലീസ് മേധാവിക്ക് ശ്രീജിത്ത് കത്തയക്കുകയായിരുന്നു. മരമുറിയിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും തനിക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുകയാണെന്നും കത്തിൽ പറയുന്നു. മരമുറിയിൽ സുജിത് ദാസിന്റെ പങ്കടക്കം വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നേരത്തെ പരാതി നൽകിയിരുന്നു. പരാതി ഫയലിൽ സ്വീകരിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ച് SP സുജിത് ദാസ് ഫർണിച്ചറുകൾ നിർമ്മിക്കുകയായിരുന്നു. ഞാൻ അന്നത്തെ മലപ്പുറം SP ആയിരുന്ന ശശിധര സാറിന് ഒരു ഇൻറ്റിമേഷനാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് നൈമിഡ് കവറിൽ, അതായത് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ചിട്ട് എനിക്കൊരു അറിവ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഡ്യൂ കോഴ്സ് ഓഫ് അന്വേഷണം നടക്കുന്ന സമയത്താണ് നമ്മുടെ മുൻ നിലമ്പൂർ MLA ആയിരുന്ന അൻവർ സാർ എന്ത് ചെയ്യുന്നത്, ഇതേ പരാതി എന്ത് ചെയ്യുന്നത് ടേക്കപ്പ് ചെയ്തിട്ട് വീണ്ടും കൊടുക്കുന്നത്. അതിലാണ് പിന്നീട് ഈ പറയുന്ന സുജിത് ദാസ് സാറ് ഫോൺ സംഭാഷണം നടത്തുന്നതും ഈ കേരളത്തിൽ ഇത്രയും വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളും ഉണ്ടാകുന്നത്. 2023 ഡിസംബർ 23 മുതൽ ശ്രീജിത്ത് അന്വേഷണ വിധേയമായി സസ്പെൻഷനിലാണ്. തനിക്കെതിരായ അച്ചടക്ക നടപടികളിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അറിയാനും പോലീസ് സംവിധാനത്തിലെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരാനും വിവരാവകാശ നിയമമടക്കം നിരവധി അപേക്ഷകളും പരാതികളും നൽകിയെങ്കിലും നിരാശയായിരുന്നു ഫലമെന്ന് ശ്രീജിത്ത് പറയുന്നു. ഈ സാഹചര്യത്തിലാണ് SI ജോലി ഉപേക്ഷിച്ച് നിയമ പോരാട്ടത്തിനിറങ്ങുന്നത്. ഇനി അത് നമ്മൾ അകത്തു നിന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ പരിമിതികളുണ്ട്. കാരണം ഇപ്പോഴും ശ്രീജിത്ത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അണ്ടർ സസ്പെൻഷൻ എന്നും പറഞ്ഞുള്ള പരാതികളും വിവരാവകാശം കൊടുക്കുന്നത്. ഈവൻ ഇഫ് നമ്മൾ കോടതി പോകണമെങ്കിൽ, ഞാൻ ഈ വിഷയത്തിൻ്റെ അന്ന് മരമുറിയുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനായിട്ട് ഒരു അനുമതി ചോദിച്ചിട്ട് 6 മാസമായി. അതിനകത്ത് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള മറുപടി എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ തന്നിട്ടില്ല. അധികാര സ്വാധീനം ഉപയോഗിച്ച് പോലീസ് സേനയിലെ ഒരു വിഭാഗം എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയാണെന്നും രാജി തീരുമാനം ഉൾപ്പെടെ ഒന്നിലും തനിക്ക് ഖേദമില്ലെന്നും നിയമ പോരാട്ടം തുടരുമെന്നും ശ്രീജിത്ത് പറയുന്നു. വരും ദിവസങ്ങളിൽ പോലീസ് സേനയിലെ കള്ളത്തരങ്ങൾ വെളിച്ചത്തു കൊണ്ടുവരുന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും ശ്രീജിത്ത് പറഞ്ഞു. സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. അന്തിയുറങ്ങാൻ വീടില്ലാതെ ഓട്ടോറിക്ഷയിൽ കഴിയുകയാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന ഒരു 4-അംഗ കുടുംബം. കോഴിക്കോട് നഗരത്തിലാണ് മാതാപിതാക്കളും പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ഈ ദുരിത ജീവിതം. അതിദാരിദ്ര്യമുക്ത കേരളം എന്നൊക്കെ നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോഴും ഇവരുടെ ജീവിതം കൂടി കാണേണ്ടതുണ്ട്. അതിദാരിദ്ര്യമുക്തമെന്ന് കൊട്ടിഘോഷിക്കുന്ന കേരളത്തിലെ കാഴ്ചയാണിത്. അന്തിയുറങ്ങാൻ വീടില്ലാതെ, വാടക കൊടുക്കാൻ പണമില്ലാതെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ജീവിതങ്ങൾ. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി അനിലും ഭാര്യ രമ്യയും 8ഉം 4ഉം വയസ്സുമുള്ള കുട്ടികളുമാണ് 1.5 മാസമായി ഓട്ടോറിക്ഷയിൽ കഴിയുന്നത്. അനിലിന്റെ പരിചയക്കാരന്റെ ഓട്ടോറിക്ഷയാണ്. 4 വയറുകൾ എരിയാതെ നോക്കണം. 8 വയസ്സുകാരിയുടെ പഠനവും. വാടക നൽകാനാവാതെ വന്നതോടെ കഴിഞ്ഞ 11 വർഷത്തിനിടെ പല വീട്ടുടമകളും ഇറക്കി വിട്ടു. ഞങ്ങൾ ഈ ലഗേജുമായിട്ടാണ് ഞങ്ങൾ ഈ നടപ്പ് മുഴുവൻ നടക്കുന്ന മക്കളെയും കൊണ്ടിട്ട് ഈ നടപ്പ് മുഴുവൻ നടന്നേച്ച് ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ താഴത്തെ അയോധ്യഭാഗം കൊണ്ട് ഞങ്ങൾ അവിടെ ഒരു ദിവസം രാത്രിയിൽ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് പോലീസുകാർ കണ്ടത്. അപ്പോൾ അവർ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെ പോലീസുകാരാണ്. അവരിപ്പോൾ 2-3 ദിവസം ഞങ്ങളെ ക്ലോക്ക് റൂമിലാക്കിയപ്പോൾ അവർ പറഞ്ഞ് 3 ദിവസമൊക്കെ നിൽക്കാം, പിന്നെ രോഗികൾക്ക് വേണ്ടിയിട്ട് വരുന്നവർക്ക് മാത്രം കിടക്കാനുള്ള സ്ഥലം ഇത്, അപ്പോൾ ഞങ്ങളോട് ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇപ്പോൾ നമുക്ക് ഒരു വീട് എന്തായാലും നിർബന്ധ. എനിക്ക് 2 ചെറിയ പെൺകുട്ടികളാണ്. പിന്നെ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിലിപ്പം എന്തെങ്കിലും ഞങ്ങൾ വേറെ വഴിയെ നോക്കുകയുള്ളൂ, ഉറപ്പാണ്. 1.5 മാസമായി ഓട്ടോറിക്ഷയ്ക്കകത്താണ് ജീവിതം. അനിൽ സവാരി പോകുമ്പോൾ രമ്യയെയും കുട്ടികളെയും വഴിയിൽ നിർത്തും. പൊതു ശൗചാലയങ്ങളെയും കുളിമുറികളെയും ആശ്രയിച്ചാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത്. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡുമൊക്കെ ഉണ്ടെങ്കിലും 4-അംഗ കുടുംബത്തിന് മുമ്പിൽ എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.